ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. ഇത് പലതും എനിക്കറിയാവുന്നതും കുറച്ച് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കുറച്ച് ടിപ്സുകളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ കുട്ടികളുള്ളടത്ത് മെയിനായിട്ട് ബിസ്ക്കറ്റുകളൊക്കെ വാങ്ങിക്കും. അത് ഇതുപോലെ പൊട്ടിച്ച് വെക്കും. കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് പോവും. അപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, നല്ല ക്രിസ്പായിട്ട് കിട്ടില്ലേ ബിസ്ക്കറ്റൊക്കെ. അപ്പോൾ അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് അതിൽ ഇതുപോലെ വെച്ചിട്ട് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി. എന്നിട്ട് അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം അതിൻ്റെ ബിസ്ക്കറ്റ് തണുത്ത് പോവാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു ടിപ്പാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ കുറേ കാലം അത് തണുത്ത് പോവാതിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്സി യൂസ് ചെയ്യും. അതിൻ്റെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നഷ്ടപ്പെടും നമ്മളിങ്ങനെ കാലക്രമേണ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അത് വീണ്ടും മൂർച്ചയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കല്ലുപ്പ് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ആ മിക്സിയുടെ ജാറിൻ്റെ നന്നായിട്ട് മൂർച്ചയായിട്ട് വരും കേട്ടോ അതിൻ്റെ ബ്ലേഡ്. അപ്പോൾ ഇതും ഞാൻ വീട്ടിലിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യാനെടുക്കണ കത്രികയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കവറ് പാക്കറ്റൊക്കെ കട്ട് ചെയ്യാനെടുക്കണ കത്രിക കുറച്ച് നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ ആ ഷാർപ്നെസ്സും മൂർച്ചയൊക്കെ പോയി കിട്ടും. അപ്പോൾ അത് വീണ്ടും മൂർച്ചയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കത്രിക. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തീരെ മൂർച്ചല്ലാതിരിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് കത്രിക കല്ലുപ്പിട്ടിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ നന്നായിട്ട് മൂർച്ച വരും കേട്ടോ. ഇതും ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയണില്ല വെച്ചെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ആട്ടിച്ചിട്ടൊക്കെ വെളിച്ചെണ്ണ കൊണ്ടുവരില്ലേ. ഇതിപ്പോൾ കുറച്ചളവുള്ളൂ. അപ്പോൾ അത് ഒരു തരം കാരമണം വരും. ഞങ്ങളുടെ അവിടെ കാരമണം എന്നാണ് പറയുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം പച്ചക്കുരുമുളകോ അല്ലെങ്കിൽ ഉണക്കിയ കുരുമുളകോ അതുപോലെ വെളിച്ചെണ്ണയിലിട്ട് സൂക്ഷിച്ചാൽ വെളിച്ചെണ്ണ കുറേ കാലം കേട് വരാതെ സ്മെല്ലൊന്നും വരാതിരിക്കും കേട്ടോ. ഇത് പണ്ട് മുതൽ ചെയ്യുന്നതാണ്. വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് അറിയണതാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആ ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കും കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ആട്ടിച്ച് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയ്ക്ക് ക്യാനിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതിരിക്കാം, അത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ സ്കിപ്പായിട്ട് ഇങ്ങനെ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെളിച്ചെണ്ണ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പായിട്ട് പോകില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത കുട്ടികളുടെ ഏതെങ്കിലും ഷോക്സോ, ഇനി കുട്ടികളുടെ വേണമെന്നില്ല മുതിർന്നവരുടെ ഷോക്സോ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിലിന് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ അർജൻറ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും പെട്ടെന്ന് അതെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷോക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും കേട്ടോ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്നൊന്നും വഴുതി പോവില്ല. അപ്പോൾ ഈ ടിപ്പും നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിതുപോലെ പരിപ്പ്, പയർ, അതുപോലെ നമ്മുടെ ധാന്യവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ മാസത്തിനൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു തരം പ്രാണി, അതുപോലെ പൂപ്പൽ, വണ്ട് കുത്ത അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരല്ലി വെളുത്തുള്ളി എടുക്കുക കേട്ടോ. ഇത്ര പോരൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതക്കുക. നല്ലോണം ചതക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചതക്കി എടുത്തിട്ട് നമ്മുടെ പരിപ്പ്, പയർ, അതുപോലെ മുതിര, ചെറുപയർ, അങ്ങനെ നമ്മുടെ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പാറ്റകളും അതുപോലെ തന്നെ വണ്ടിൻ്റെ കുത്തും
പിന്നെ ഒരു പൊട്ട മണമൊന്നും വരില്ല കേട്ടോ. ഈ വെളുത്തുള്ളി ഇട്ടാൽ നമ്മുടെ അത് ആ വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടാവും. പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെയുള്ള പരിപ്പ് സാധനങ്ങളൊന്നും കേടുവരില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നല്ലൊരു ടിപ്പാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ മാവ് ഉണ്ടാക്കുമ്പോൾ ബാലൻസ് വരുന്ന മാവ് 2 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നന്നായിട്ട് പുളിക്കും. അപ്പം നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി നമ്മുടെ ബാലൻസ് വരുന്ന മാവുണ്ടല്ലോ ഇതുപോലെ മുക്കി വെച്ചിട്ട് നമ്മൾ ഈ മാവ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ 2-3 ദിവസം വരെ നമ്മുടെ മാവ് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. തീരെ പുളിക്കൊന്നുമില്ല. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.